ജമ്മുകാശ്മീരിലെ പൂഞ്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു. സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരർ നടത്തിയ ഒളി ആക്രമണത്തിൽ 3 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ സൈനികരെ അയച്ചിട്ടുണ്ടെന്നും രാത്രിയിലും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും സൈന്യം പറയുന്നുണ്ട്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയും ആക്രമണം തുടരുന്നു എന്നാണ് പറയുന്നത്. തുടരാക്രമണങ്ങളുടെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? മോത്തി, ഈ പ്രദേശത്ത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണത്തിന് പിന്നാലെ ഈ DKG എന്ന് പറയുന്ന പ്രദേശത്താണ്, ധേര കി ഗലി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ആക്രമണം സൈനികർക്കെതിരെ ഉണ്ടായത്. ആ പ്രദേശത്ത് നിന്നും ഈ ആക്രമണം നടത്തിയ ആളുകൾ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി തിരച്ചിലും അതുപോലെ തന്നെ ഏറ്റുമുട്ടലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് മണിക്കൂറായി അത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ ഈ ആക്രമണം സംഭവിച്ചതിന് ശേഷം പെട്ടെന്നുണ്ടായ, അതായത് 3 പേർക്ക് മരണം സംഭവിച്ചു, 3 പേർക്ക് പരിക്ക് എന്നുള്ള കാര്യമായിരുന്നു ആദ്യം റിപ്പോർട്ടുണ്ടായത്. ആ പരിക്കേറ്റതിലുള്ള മറ്റ് 2 പേർ കൂടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 5 ആയി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അനൗദ്യോഗിക സ്ഥിരീകരണമായിട്ട് എത്തിയിരിക്കുന്നതിൽ. ആർമി വൃത്തങ്ങളിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും നടത്തിയിട്ടില്ല. ഈ ധേര കി ഗലി എന്ന് പറയുന്ന മേഖലയിൽ, അത് ഒരു കുന്നിൻ ചെരുവാണ്, ആ പ്രദേശത്ത് കൂടി 2 സൈനിക വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഒരു അദൃശ്യ വളവെത്തിയപ്പോൾ വാഹനം അല്പം സ്ലോ ആക്കിയായിരുന്നു. ആ സമയത്ത് 4 മുതൽ 6 ഭീകരർ വരെ ആ പ്രദേശത്ത് ഒളിച്ചിരുന്നു, കരുതിക്കൂട്ടി ആക്രമണം നടത്താൻ എന്നുള്ളതാണ് റിപ്പോർട്ട്. അവർ ഗ്രനേഡ് ആക്രമണം നടത്തി തൊട്ടു പിന്നാലെ ഈ സൈനിക വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വലിയൊരു ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ കൂടുതൽ സൈനികർ ഈ പ്രദേശത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4നും 6നും ഇടയിൽ തന്നെയുള്ള 4 മുതൽ 6 വരെയുള്ള ഭീകരർ ഈ പ്രദേശത്ത് ഇപ്പോഴും ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴും വ്യക്തമായിരിക്കുന്നത്. അവരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതിൽ ഭീകരരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഈ പൂഞ്ചിൽ കഴിഞ്ഞ ഒരു 26 മാസത്തിനിടെ 21 സൈനികർക്കാണ് നിലവിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തുടരെ അവർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സൈനികരെ കൂടി ഈ പൂഞ്ചിലെ ഈ JKM എന്ന് പറയുന്ന DKS എന്ന് പറയുന്ന ഈ മേഖലയിലേക്ക് ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്.